സോളിനോടൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. ഏഷ്യൻ രാജ്യങ്ങളില് ഇതുവരെ വേറൊരു രാജ്യത്തിന്റെ കോളനി ആവാത്ത, വേറൊരു രാജ്യം വന്ന് കീഴടക്കാത്ത, അനെക്സ് ചെയ്യാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് സോലിനറിയോ? ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസിലുള്ള മിക്കവാറും എല്ലാവരും കോളനീസ് ആയിരുന്നു എന്ന് തോന്നുന്നു അറ്റ് സം പോയിന്റ്. എനിക്ക് അറിയില്ല. ഓക്കെ. കീഴടങ്ങി. ആക്ച്വലി യാഹ്! പൊതുവെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൊതുവെ പറയാറുള്ളത് നേപ്പാൾ ഉണ്ട് ആ ലിസ്റ്റില്, ഭൂട്ടാൻ ഉണ്ട്. നേപ്പാളിനൊക്കെ ഓഹ്! ചില എഗ്രിമെന്റ്സ് ഒക്കെ വഴി ബ്രിട്ടൻ കൺട്രോളിൽ കൊണ്ടുവന്നിരുന്നെങ്കിലും മുഴുവനായിട്ട് കോളനൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് കാരണവും അങ്ങനെയൊക്കെയാണ്. ഭൂട്ടാനും സിമിലർ കേസാണ്. അഫ്ഗാനിസ്ഥാനും പൊതുവെ പറയാറുണ്ട്. അഫ്ഗാനിസ്ഥാനും അഗെയിൻ ഒരു ജോഗ്രഫിക്കൽ പ്രശ്നവും അങ്ങനെയൊക്കെ കൊണ്ടാണ് പൊതുവെ കീഴടക്കാൻ പാട് എന്ന് പറയാറുണ്ട്. പിന്നെയുള്ള 2 രാജ്യങ്ങള് തായ്ലൻഡാണ്. തായ്ലൻഡും ജപ്പാനുമാണ്. തായ്ലൻഡ് കുറച്ചു കാലമൊക്കെ വേറൊരു രാജ്യത്തിന്റെ കൺട്രോളിലും അങ്ങനെയൊക്കെ വന്ന കേസസ് ഉണ്ട്. മുഴുവനായിട്ടും ഉം. ഫ്രീ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പെർഫെക്റ്റ്ലി ഫ്രീ ആയിട്ട് കുറെ കാലം നിന്നത് ഈ വെസ്റ്റേൺ കോളനൈസേഷനൊക്കെ കുറെ അധികം തീരെ ഇമ്പാക്ട് ഉണ്ടാക്കാതെ നിന്നത് അങ്ങനത്തെയൊക്കെ ഒരു രാജ്യം ജപ്പാനാണ്. അത് ജപ്പാന്റെ ഉം. മിലിറ്ററി പ്രോഗ്രസ് കൊണ്ടും ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് കൊണ്ടും ഒക്കെയാണ് എന്നാണ് പൊതുവെ പറയുന്നത്. അവര് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ വളരുന്ന സെയിം രീതിയിൽ തന്നെ സെയിം പ്രോസസ്സിലൂടെ വളരെയധികം മിലിറ്ററി പവറായി മാറുന്നുണ്ട്. വളരെയധികം ഇൻഡസ്ട്രീസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഒരു വെസ്റ്റേൺ ഇമ്പീരിയലിസ്റ്റ് ശക്തിക്ക് ജപ്പാൻ വന്ന് കീഴടക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് ഉം. ജപ്പാനാണ് ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏഷ്യയില്. ഇതുവരെ ഒരു രാജ്യത്തിനും അങ്ങനെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റാത്ത രാജ്യം എന്നുള്ള രീതിയിൽ. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഇന്ന് ആനന്ദ് നമ്മുടെ കൂടെയുണ്ട്. നമ്മള് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഒരു സ്പെഷ്യൽ കാര്യം സംസാരിക്കാനാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ നയദൃഷ്ടി പോഡ്കാസ്റ്റിനെ പറ്റി വീക്ക്ലി പബ്ലിക് ഇഷ്യൂസിനെ പറ്റിയും ഞങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഇഷ്യൂസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റാണ് നയദൃഷ്ടി. ഇടയ്ക്ക് ഞങ്ങൾ 1-2 എപ്പിസോഡൊക്കെ ഇംഗ്ലീഷിൽ ചെയ്യാറുണ്ട്. കൂടുതലും മലയാളത്തിൽ സംസാരിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. നയനിധി പോളിസി കളക്ടീവ് എന്ന ഓർഗനൈസേഷന്റെ കോ-ഫൗണ്ടേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും. നയനിധി പോളിസി കളക്ടീവ് പോളിസിനകത്തും സോഷ്യൽ സെക്ടറിനകത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഞങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ലിങ്ക്സും കാര്യങ്ങളെല്ലാം ഷോ നോട്ട്സിലുണ്ടാവും. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ആനന്ദ് റീസെന്റ്ലി നടത്തിയൊരു ട്രിപ്പിനെ പറ്റിയാണ്. റൈറ്റ്. അപ്പം ഞാനും ആനന്ദും ഞങ്ങള് ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ പൊതുവെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ബൈക്ക് ട്രിപ്പോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ പോവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആനന്ദ് ഇതിനകത്ത് കുറച്ച് സ്പെഷ്യലാണ്. പൊതുവെ ജനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റീരിയോടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയണ്ട. പക്ഷെ പൊതുവെ ആൾക്കാർക്കൊക്കെ മലകളോ, പുൽമേടുകളോ, ഏഹ്, ഏതെങ്കിലും മഞ്ഞുള്ള സ്ഥലമോ, എന്തെങ്കിലും പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ പോവാൻ ബീച്ചിലൊക്കെ പോവാനാണ് നമുക്കിഷ്ടം. ആനന്ദിന് ഇഷ്ടം ഏറ്റവും പുകയും മനുഷ്യരും ട്രാഫിക്കും ഉള്ള സിറ്റീസിലോട്ട് പോകാനാണ് ആനന്ദിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ ആനന്ദ് പൊതുവെ സമയം കിട്ടുമ്പോ ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള സിറ്റിയിലൊക്കെ പോകാനാണ് ഇഷ്ടം. ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ് ആനന്ദ്. അപ്പൊ അങ്ങനെ സിറ്റീസിൽ പോകുന്നതാണ് ആനന്ദിന് ഇഷ്ടം. അപ്പൊ ആനന്ദ് റീസെന്റ്ലി ജപ്പാനിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചു. അപ്പൊ അങ്ങനെ ജപ്പാന്റെ കഥകൾ ഇന്ന് കേൾക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം. അപ്പോ എന്താണ് ആനന്ദേ നിനക്ക് ജപ്പാനിനോട് ഇത്ര ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം? സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ചുറ്റും കുറെ കൺട്രീസ് ഉണ്ട്. ജപ്പാനിലേക്ക് പോകാൻ ചെലവ് കൂടുതലാണ്. ഒക്കെ മറന്നിട്ടും എന്തുകൊണ്ട് നീ ജപ്പാനിലേക്ക് പോയി? എന്താണ് ജപ്പാനിലെ സ്പെഷ്യാലിറ്റി? അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. അത് കുറെ കാര്യങ്ങളുണ്ട് സോനൽ. അത് ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടുവരുന്ന പല കാർട്ടൂൺസും ഉണ്ടല്ലോ. ഈ കാർട്ടൂൺ നെറ്റ്വർക്കിലും അങ്ങനെയൊക്കെ. അതൊക്കെ മിക്കവാറും ജാപ്പനീസ് അനീംസ് ഒക്കെയാണ്. ഇപ്പൊ പോക്കിമോൺ ആണെങ്കിലും ഹുഹു. ബേബ്ലേഡ് പോലത്തെ ഇതൊക്കെയാണെങ്കിലും ഉം. അതൊക്കെ അപ്പൊ നമുക്ക് ചെറുപ്പം മുതലേ എനിക്ക് തോന്നുന്ന ഒരു ജാപ്പനീസ് ഇൻഫ്ലുവൻസ് എവിടെയൊക്കെയോ നമ്മളുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ട് വളരുന്ന അനീംസ് ഒക്കെ ആണെങ്കിലും നറൂട്ടോ പോലത്തെ അനീംസ് ഇതൊക്കെ ഞാനും കണ്ട് വളർന്ന അനീംസ് ഒക്കെയാണ്. അപ്പോൾ അതുവഴി എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ഒരു ഇൻഫ്ലുവൻസ് ജപ്പാൻ നമ്മളുടെ എല്ലാവരുടെയും സൈക്കിയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉം. റീസെന്റ് കുറച്ചു കാലം മുന്നേയൊക്കെ ഒരു 3-4 കൊല്ലം മുന്നേയൊക്കെയാണ് ഞാൻ ഈ ജിബ്ലിയുടെ ആനിമേഷൻസ് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയോന്നറിയില്ല, ഹയാവോ മിയസാക്കി എന്ന് പറഞ്ഞ ഒരു ആനിമേറ്റർ ഉണ്ട്. ആനിമേറ്റർ എന്ന് പറയുന്നതിനേക്കാളും ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളി ഉം. സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ജിബ്ലി എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ. അവര് ഉം. റിലീസ് ചെയ്യുന്ന കുറേയധികം ആനിമേഷൻ പിക്ചേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഹാൻഡ് ഡ്രോൺ ആയിട്ടാണ്, കൈനെ കൊണ്ട് തന്നെ വരച്ചിട്ടാണ് അത് പിന്നെ ആനിമേറ്റ് ചെയ്യുന്ന ഇതൊക്കെയാണ്. അപ്പൊ ഭയങ്കര പെയിൻസ്റ്റേക്കിംഗ്ലി അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വളരെ ഉം. ബ്യൂട്ടിഫുൾ ആനിമേഷൻസ് ഒക്കെയാണ് ഈ ജിബ്ലിയുടെ. ഉം. ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. സ്പിരിറ്റഡ് അവേ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ മൂവി ഉണ്ട്.
മൈ നെയ്ബർ തോത്തറോ എന്ന് പറഞ്ഞ ഒരു ആനിമേഷൻ മൂവി ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ലിങ്ക്സ് ഷെയർ ചെയ്യാം ഷോ നോട്ട്സിൽ. ഇതൊക്കെ നെറ്റ്ഫ്ലിക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജിബ്ലി എന്ന് പറഞ്ഞ ഉം, സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഉം, അതൊക്കെ എന്നെ കൂടുതൽ ജപ്പാനിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചു. ജപ്പാന് ഒരു ഇൻട്രസ്റ്റ് തോന്നിപ്പിച്ച സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഉം, കുറച്ചു കാലം മുന്നേ ഈ ജിബ്ലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജപ്പാൻ ഒരു ഭയങ്കര പീസ്ഫുൾ രാജ്യമാണ്. ഭയങ്കര നല്ല വൈബ്സ് ഒക്കെ ഉള്ള, നല്ല പീസ്ഫുൾ സാഹചര്യമൊക്കെ ഉള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. പക്ഷെ ഉം, കുറച്ചു കാലം മുന്നേ ഞാൻ 2 പുസ്തകങ്ങൾ വായിച്ചു. അതിലൊന്ന് പച്ചിൻകോ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അത് ഉം, കൊറിയയിൽ പോയിട്ട് ജപ്പാൻ കീഴടക്കിയിട്ട് കൊറിയനെ അടിച്ചമർത്തുന്ന പോലത്തെ കഥയൊക്കെ പറയുന്ന ഒരു നോവലാണ് പച്ചിൻകോ എന്ന് ഉം, പറയുന്നത്. പിന്നെ ഞാൻ ഉം, വായിച്ചത് ഗാർഡൻ ഓഫ് ഈവനിംഗ് മിസ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഒരു ബുക്കുണ്ട്. അത് ഇതേപോലെ തന്നെ മലേഷ്യയിൽ പോയി കീഴടക്കി. മലേഷ്യയിൽ അവർ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെയൊക്കെ ജപ്പാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉം, മലേഷ്യൻ വംശജരെയൊക്കെ കൊല്ലുന്നതും അങ്ങനെയൊക്കെ വരുന്ന കഥയാണ് ഈ ഗാർഡൻ ഓഫ് ഈവനിംഗ് മിസ്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഉം, രണ്ടും വായിച്ചപ്പോൾ ഒരു ടോട്ടലി ഡിഫറെന്റ് ജപ്പാനാണ്. ഭയങ്കര വയലന്റ് ആയിട്ടുള്ള, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ആ ഏഷ്യയിൽ മുഴുവൻ, ആ റീജിയനിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഏ, ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചു. എന്താണ് ഈ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഉം, എത്തിച്ചേർന്നത് ഈ ഡാൻ കാർലിൻ എന്ന് പറഞ്ഞ ഒരു പോഡ്കാസ്റ്റർ ഉണ്ട്. ആള് ഉം, ഹിസ്റ്ററിനെ പറ്റിയിട്ടൊക്കെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഹാർഡ് കോർ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു സീരീസ് റൺ ഉം, ചെയ്യുന്ന ആളാണ്. ആളുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 5-6 എപ്പിസോഡ് ജപ്പാന്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഏൻഷ്യന്റ് ടൈംസ് മുതൽ എങ്ങനെയാണ് വേൾഡ് വാർ 2 വരെ ജപ്പാൻ എത്തിയത് എന്നൊക്കെയുള്ളതാണ് അവർ പറയുന്നത്. ഉം, ജപ്പാൻ എന്നിട്ട് വേൾഡ് വാർ 2 ഫൈറ്റ് ചെയ്ത കുറെ കഥകളും അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വയലന്റ് രാജ്യമായിട്ടാണ് നമുക്ക് ജപ്പാന് തോന്നുന്നത്. ഇത് ഉം, ഈ പോഡ്കാസ്റ്റിൽ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. പക്ഷേ ആറ്റം ബോംബ് ഇട്ടത് ഒരു നല്ല സൊല്യൂഷൻ ആയിരുന്നു എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത്രയും അവർ ഉം, തോറ്റിട്ടും കീഴടങ്ങുന്നില്ല. ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഉം, കുറെയധികം അമേരിക്കൻ സോൾജേഴ്സ് മരിക്കുന്നുണ്ട് അവിടെ പോയതുകൊണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഉം, സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ ഒരു സൊല്യൂഷനിലേക്ക് യുഎസ് നാച്ചുറലി മൂവ് ചെയ്തതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഈ പോഡ്കാസ്റ്റ് ഉം, കേൾക്കുമ്പോൾ. ഈ ഉം, ജപ്പാന്റെ ഹിസ്റ്ററിയും അങ്ങനെ ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. പക്ഷെ അതിന്റെ ഉം, ഇടയിൽ ഒരു മോഡേണൈസേഷൻ പീരീഡും ഉണ്ടാവുന്നുണ്ട് ജപ്പാനിൽ. ഉം, പണ്ടൊക്കെ ജപ്പാനില് ഭയങ്കര ഒരു യുണൈറ്റഡ് കൺട്രി ആയിരുന്നില്ല. ഉം, കുറെയധികം വാറിംഗ് ആയിട്ടുള്ള ക്ലാനുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ജപ്പാൻ എന്ന് പറയുന്നത്. അത് ഉം, ടോക്കുഗാവ എന്ന് പറയുന്ന ഒരു എംപയർ അത് യുണൈറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഉം, യൂണിറ്ററി ജപ്പാൻ എന്നുള്ള രീതിയിൽ ആക്കുന്നുണ്ട്. അപ്പൊ ഒരു ഉം, എംപററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എംപറിനേക്കാളൊക്കെ പവർഫുൾ ആയിട്ടുണ്ടായിരുന്നത് മിലിറ്ററി ഫാക്ഷൻസ് ആയിരുന്നു. നമ്മൾ ഈ ഉം, സമുറായിസ് എന്നൊക്കെ പറയുന്ന ഉം, അവരൊക്കെയാണ് കൺട്രോൾ ചെയ്തിരുന്നത് മെയിൻലി പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഉം, സ്ട്രോങ് മിലിറ്ററി പവർ ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ആ ഒരു മിലിറ്ററി ഉം, ഡിസിപ്ലിന്റെയും കാര്യങ്ങളൊക്കെ. ഉം, അപ്പോ 1800സിലേക്കൊക്കെ എത്തുമ്പോൾ ജപ്പാൻ ഭയങ്കര ക്ലോസ്ഡ് സൊസൈറ്റി ആയിരുന്നു. പുറത്തൊന്നും ട്രേഡ് ഉം, ഒന്നും അധികം ചെയ്യാറൊന്നുമില്ല. പുറം ഉം, രാജ്യങ്ങളായിട്ടൊക്കെ അധികം കണക്ഷൻസ് ഒന്നുമില്ല. വേറെ ആൾക്കാർക്കൊന്നും ജപ്പാനിൽ വരാൻ പറ്റില്ല. അപ്പൊ 1800s വരെയൊക്കെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ഈ 1800സിൽ യുഎസിൽ ഒരു നേവൽ ഓഫീസർ മാത്യു പെറി എന്ന് പറഞ്ഞ ഒരാൾ ഒരു എക്സ്പെഡിഷൻ നടത്തിയിട്ട് ജപ്പാനിൽ എത്തുന്നുണ്ട്. ആ ഉം, സമയത്താണ് പുറം നാട്ടിലെ കഥകളും കാര്യങ്ങളൊക്കെ ജപ്പാനിലെ ആൾക്കാരും രാജാക്കന്മാരും ഒക്കെ അറിയുന്നത്. ആ ഉം, സമയത്താണ് ഈ പുറം നാടുകൾ എത്രയധികം വികസിച്ചിട്ടുണ്ട്, എത്രയധികം മോഡേണൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള സംഭവം ജപ്പാന് മനസ്സിലാവുന്നത്. ജപ്പാൻ ആ സമയത്ത് ഒരു നേവി പോലും ഇല്ല. ആ ഉം, 1800s ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഈ മാത്യു പെറി വരുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ജപ്പാനെ ഭയങ്കരധികം ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. മെയ്ജി ഉം, റീസ്റ്റോറേഷൻ എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുന്നത്. ഉം, ജപ്പാൻ ഉം, ഭയങ്കരമായിട്ട് മോഡേണൈസ് ചെയ്ത ഒരു സമയമായിരുന്നു അത്. ജപ്പാന് ഉം, മനസ്സിലായി ഇങ്ങനത്തെ ഒരു ലോകത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മോഡേണൈസ് ചെയ്യണം, നമ്മൾ ഇൻഡസ്ട്രീസ് കൊണ്ടുവരണം എന്നൊക്കെ. ഈ മേജർ റെസ്ട്രിക്ഷൻ പീരീഡ് ആണ് ഏറ്റവും കൂടുതൽ വികസനം ജപ്പാനിൽ ഉണ്ടാക്കുന്നത്. കുറേയധികം ഉം, ഇൻഡസ്ട്രീസ് വരുന്നു, കുറേയധികം മിലിറ്ററി കേപ്പബിലിറ്റീസ് ജപ്പാൻ ഉണ്ടാക്കുന്നു, ജപ്പാന് ഉം, സ്വന്തമായിട്ട് ഒരു നേവി ഉണ്ടാവുന്നു. ഉം, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ആ ഒരു പീരീഡിലാണ്. ഈ പ്രോഗ്രസ് പക്ഷെ ലീഡ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെക്കൻഡ് വേൾഡ് വാറിലേക്കും അങ്ങനെയൊക്കെയുള്ളതാണ്. ഇവർ ഉം, കൂടുതൽ ഇമ്പീരിയലിസ്റ്റിക് ആവാൻ ശ്രമിക്കുകയാണ്. അടുത്തുള്ള രാജ്യങ്ങളൊക്കെ പോയി കീഴടക്കുക. ജപ്പാൻ ഉം, ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്ലി സെക്കൻഡ് വേൾഡ് വാർ എന്ന് അവർ പൊതുവെ വിളിക്കാറില്ല. അവർ ഗ്രേറ്റർ ഈസ്റ്റ് ഏഷ്യൻ വാർ എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. അവർ ഉം, ഈസ്റ്റ് ഏഷ്യനെ കോൺകർ ചെയ്യാൻ നോക്കുന്നു. അവർ ഏഷ്യനൊക്കെ ഒരുമിപ്പിച്ചിട്ട് ഒരു സിംഗിൾ കിങ്ഡം പോലെയൊക്കെ ആക്കാൻ നോക്കുന്നു. ബ്രിട്ടനൊക്കെ ആക്കിയതുപോലെ. എന്നിട്ട് അവര് ഉം, ഏഷ്യയുടെ പ്രോഗ്രസ് ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിലൂടെ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഉം, എഗെയിൻ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുറേയധികം കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അവർ ആ ഇമ്പീരിയലിസ്റ്റിക് പോളിസീസ് ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അവർ ഉം, ചൈനയിലൊക്കെ പോയിട്ട് ഇൻഫേമസ്ലി ഒരു നാൻജിങ് മസാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ചൈനക്കാരെയൊക്കെ കൊന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ് ചൈന ജപ്പാൻ റിലേഷൻഷിപ്പിലൊക്കെ ഈ നാൻജിങ് മസാക്കർ ഉം, എന്നൊക്കെ ഉം, പറയുന്നത്. ഉം, അപ്പോ കൂടുതൽ ജപ്പാൻ ഇങ്ങനെ ഇമ്പീരിയലിസ്റ്റിക് ആവുമ്പോൾ യുഎസ് പ്രൈമറിലി സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ നോക്കി. ട്രേഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. ജപ്പാൻ കുറേയധികം റിലൈ ചെയ്തത് പുറത്തുനിന്ന് വരുന്ന ഓയിലായിരുന്നു. കാരണം ഉം, അവർക്ക് ഇമ്പീരിയലിസ്റ്റിക് പോളിസീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിൽ അവൈലബിൾ ആയിട്ടുണ്ടാവണം.
അപ്പൊ ഈ ഉം. സാങ്ഷൻസ് വന്നതോടുകൂടി ഓയിലിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു. അത് ഉം. ജപ്പാനെ ഭയങ്കരധികം പ്രശ്നത്തിലാക്കി. അതാണ് പിന്നെ ഈ പേൾ ഹാർബർ അറ്റാക്കിലേക്കൊക്കെ ജപ്പാൻ നീങ്ങാൻ കാരണം ഉണ്ടായിരുന്നത്. അറിയാത്തവർക്ക് എന്താണ് പേൾ ഹാർബർ എന്നും കൂടെ നീ ഒന്ന് യാ പറയാമോ? യാ. യാ ഈ പേൾ ഹാർബർ എന്ന് പറയുന്നത് ആക്ച്വലി യുഎസിന്റെ ഒരു നേവൽ സെന്റർ ആയിരുന്നു ആ ഒരു പസഫിക് സൈഡിലൊക്കെ ഉള്ളത്. യുഎസിന്റെ മേജർ നേവൽ വെസൽസും എയർക്രാഫ്റ്റ് കാരിയേഴ്സും ഒക്കെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ജപ്പാൻ ഇൻ കേസ് അറ്റാക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും രീതിയിൽ യുഎസിന് മൂവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ പേൾ ഹാർബർ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് സെന്റർ ആണ്. അവരുടെ നേവൽ കേപ്പബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ജപ്പാൻ വിചാരിച്ചത് ഈ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ നേവൽ കേപ്പബിലിറ്റി മുഴുവൻ തകർത്തു കഴിഞ്ഞാൽ യുഎസിന് പിന്നെ ജപ്പാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉം. എഗ്രിമെന്റിൽ വരേണ്ടി വരും, ഒരു നെഗോസിയേഷൻ ചെയ്യേണ്ടി വരും. അതിൽ ജപ്പാൻ എന്തെങ്കിലും ഒരു നല്ലൊരു ഫേവറബിൾ ഡീൽ ആക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ യുഎസ് നേരെ വാർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇൻട്രസ്റ്റിംഗ്ലി ആ സമയത്ത് പേൾ ഹാർബറിൽ യുഎസിന്റെ മേജർ ഫ്ലൈറ്റ് ക്യാരിങ് ഷിപ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ എയർക്രാഫ്റ്റ് ഉം. ക്യാരിങ് ഷിപ്സ്, അതൊന്നും ആ ഉം. സമയത്ത് പേൾ ഹാർബറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉം. യുഎസിന്റെ മേജർ ഇമ്പോർട്ടന്റ് സംഭവങ്ങളൊക്കെ, ഇമ്പോർട്ടന്റ് ഷിപ്സ് ഒക്കെ മാറിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഉം. ജപ്പാന് വലിയൊരു അടിയായി. ഉം. ജപ്പാൻ അങ്ങനെ ഒരു ഇതായിരുന്നില്ല എക്സ്പെക്ട് ചെയ്തത്. അവരവിടെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ യുഎസിന് പിന്നെയും ഫൈറ്റ് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. യുഎസ് ജപ്പാനായിട്ട് വാർ പ്രഖ്യാപിച്ചു. ജപ്പാനും അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഭാഗം ഫോഴ്സ് ടു ആയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതായിരുന്നു ആ കഥ. പക്ഷേ എഗെയിൻ ആ പ്രോഗ്രസ് ജപ്പാനെ ലീഡ് ചെയ്തത് വേൾഡ് വാറിലേക്കാണ് എന്നൊക്കെയുള്ളതാണ്. അപ്പോ ഇത് അഗെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് കഥയാണ്. ഇതൊക്കെ എന്നെ ആ ജപ്പാനിനോടുള്ള ഒരു അട്രാക്ഷനും ആയിരുന്നു. ഈ കഥകളും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക. ഇത് ഇപ്പോഴും സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെയാണ് റിഫ്ലക്ട് ആകുന്നതെന്നൊക്കെ കാണുക. അപ്പൊ അതൊക്കെയായിരുന്നു എന്നെ അട്രാക്ട് ചെയ്ത കുറച്ച് സംഭവം. ഇൻട്രസ്റ്റിംഗ്. ഉം. എനിക്ക് ആക്ച്വലി പോക്കിമാനും ബേബ്ലേഡൊന്നും ഈ ജപ്പാൻന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അത് മേക്ക് സെൻസ് നീ അങ്ങനെ പറയുമ്പം. ഞാൻ അധികം അതൊന്നും ഉം. കണ്ടിട്ടില്ല. പക്ഷേ സ്കൂളിലൊക്കെ പോകുമ്പോ നമുക്ക് കേൾക്കാലോ. യം. ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഈ ജപ്പാൻ കുറച്ച് വയലന്റ് ആയിരുന്നു. പണ്ട് ഹിസ്റ്ററിയിൽ കുറച്ച് റോങ് ആയിരുന്നുള്ള സംഭവം എവിടേക്കോ ഞാൻ കേട്ടിട്ടുണ്ട്. നാൻജിങ് മസക്കറിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഉം. അപ്പം നമ്മള് പലപ്പോഴും ഇംപീരിയലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിനെ മാത്രം ചിന്തിക്കുമ്പോ അതുമല്ല ഏകദേശം അവസരം കിട്ടിയ എല്ലാവരും പണ്ട് മുതലെടുത്തിട്ടുള്ള അവസ്ഥയാണ്. അപ്പോ യ. ജപ്പാനും വളരെയധികം ഇംപീരിയലിസ്റ്റിക് ആയിരുന്നു. വയലന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഉം. ചൈനക്കാർക്ക് ഇപ്പോഴും ജാപ്പനീസ് ആൾക്കാരോട് ഒരു ഒരു പ്രോബ്ലം ഉണ്ട്. ബിക്കോസ് ഓഫ് ഈ ഹിസ്റ്റോറിക്കൽ ഇഷ്യൂസ് കാരണം ഞാൻ ഉം. എവിടേക്കോ ആൾക്കാരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് എനിവേ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഇതാണ് ജപ്പാന്റെ ഹിസ്റ്ററി. ഇതാണ് നിന്നെ ഇൻട്രസ്റ്റ് ചെയ്തത്. അപ്പൊ എന്നിട്ട് ജപ്പാനിൽ പോയിട്ട് എന്ത് കണ്ടു? എന്താണ് ജപ്പാനിൽ പോയിട്ട് സംഭവിച്ചത്? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്തത് ജപ്പാന്റെ സൊസൈറ്റിയാണ്. അവരെങ്ങനെയാണ് സൊസൈറ്റീനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സോഷ്യൽ മൂവ്മെന്റ് പോലെയോ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമ്മുടെ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട് സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്നൊക്കെയുള്ള കാര്യം. അപ്പൊ ഉം. അതിൽ സൊസൈറ്റിയാണ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് ജപ്പാനിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ളതാണ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി കണ്ടൊരു ഫീലിംഗ്. ഞാൻ 10 ദിവസം അവിടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഉം. അധികം ഇൻഡെപ്തിൽ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുമില്ല. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ഒരു സൊസൈറ്റിയുടെ പ്രസൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്, ഗവൺമെന്റിന്റെ പ്രസൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതെന്താണെന്നുള്ളത് ഉം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ജനറലി ജപ്പാന്റെ ഡെവലപ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെയധികം ഡെവലപ്ഡ് രാജ്യമാണ്. നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഒരു സിറ്റിയും ടോക്കിയോ ആയിട്ടോ ഒസാക്കി ആയിട്ടോ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം ഡെവലപ്ഡ് ആണ്. വളരെ ഉം. എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രാജ്യമാണ്. ഉം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ടോക്കിയോയിലേക്ക് ഒരു ബുള്ളറ്റ് ട്രെയിനിലാണ് പോയത്. അത് ഉം. 450 കിലോമീറ്റർ എന്തോ ഉണ്ട്. അത് 2 മണിക്കൂറിലൊക്കെയാണ് എത്തിയത്. അതായത് വൗ! എന്റെ വീട് തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ നിന്നൊക്കെ തിരുവനന്തപുരം പോകുന്നതിനേക്കാളും ദൂരം 2 മണിക്കൂറിൽ എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും അഡ്വാൻസ്ഡ് ആണ് ശരിക്കും ഒരു രാജ്യം എന്നുള്ള രീതിയിൽ. അപ്പൊ ഉം. ഞാൻ എങ്ങനെയാണ് ഇവർ ഈ ഒരു ലെവലിൽ എത്തിയത്, എന്തൊക്കെയാണ് ജപ്പാൻ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ വളരെയധികം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഉം. എവിടെ പോയി കഴിഞ്ഞാലും ഭയങ്കര ക്ലീൻ ആണ് സ്ഥലങ്ങളൊക്കെ. ആരും എവിടെയും വേസ്റ്റ് ഇടുന്നൊന്നും കാണില്ല. അപ്പൊ ഞാൻ ഉം. വിചാരിച്ചു ഭയങ്കരമായിട്ട് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നോണ്ടായിരിക്കും, ഭയങ്കര ഉം. എഫിഷ്യന്റ് പോലീസിങ് സിസ്റ്റം ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഉം. എനിക്ക് തോന്നിയത് പലപ്പോഴും ഈ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും സൊസൈറ്റി സ്വയം ഒരു മെക്കാനിസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സോഷ്യൽ കൺട്രോൾ ഉണ്ട് അവിടെ. ഉം. സൊസൈറ്റിയാണ് കുറച്ചും കൂടി സ്ട്രോങ്ങർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉം. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മെയ്വാക്കു എന്നാണ് അവർ പറയുക അതിനെ. ഈ മെയ്വാക്കു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുക, ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഉം. ഒരു വാക്കാണ്. ഇത് ഉം. ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്, സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ. അപ്പോ ഉം. എന്തൊക്കെയാണ് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യത, അത് എങ്ങനെ ചെയ്യാതിരിക്കാം എന്നൊക്കെയുള്ളതാണ് ഉം. അവർ ചെറുപ്പം മുതലേ മനസ്സിലാക്കുന്നതും അവരവരുടെ ചുറ്റുപാടിലും അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നതും. അപ്പോ ഉം. ഫോർ എക്സാമ്പിൾ ഞാൻ കുറെ സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു. അതൊന്നും ഗവൺമെന്റ് എൻഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടല്ല, പക്ഷേ സൊസൈറ്റി സ്വയം ഉണ്ടാക്കുന്ന ഓരോ നോംസും കാര്യങ്ങളൊക്കെയാണ്.
കുറച്ച് ഉം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളവിടെ എസ്കലേറ്ററിലൊക്കെ മുകളിലേക്ക് കയറി പോകുന്നതാണെങ്കിൽ എല്ലാവരും ഒരു ഉം. സൈഡിലാണ് നിൽക്കുക. ലെഫ്റ്റ് സൈഡിൽ ഒക്കെ ആയിട്ടായിരിക്കും നിൽക്കുക. റൈറ്റ് സൈഡിൽ ഉം. തിരക്കുള്ളവർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് അവർ സ്ഥലം മാറ്റി വെക്കും. അപ്പൊ യാ. അതൊക്കെ ശരിക്കും ഗവൺമെന്റ് പറയുന്നത് കൊണ്ടൊന്നല്ല, അവർ സോഷ്യൽ കസ്റ്റം പോലെയും സോഷ്യൽ പ്രാക്ടീസ് പോലെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഉം. എവിടെ എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിലും അവർ ഓട്ടോമാറ്റിക്കലി ക്യൂ ചെയ്തിട്ടൊക്കെ നിൽക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഷിബൂയ ക്രോസിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉം. ഹാച്ചിക്കോ എന്ന് പറഞ്ഞ ഒരു പട്ടിയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഒരു ഓണറിനെ കുറെ കാലം വെയിറ്റ് ചെയ്തൊരു പട്ടിയാണ്. അവിടെ ആ പട്ടിയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രതിമയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക്കലി ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്യൂ ഉണ്ടായിട്ടുണ്ടാവും. ആൾക്കാർ ലൈനായിട്ട് നിന്നിട്ട് ഓരോ ആൾ ഫോട്ടോ എടുക്കുന്ന വെയിറ്റ് ചെയ്യും. അടുത്ത ആൾ പിന്നെ പോകും. അങ്ങനെയൊക്കെയാണ്. അതേപോലെ തന്നെ ട്രെയിനിൽ കയറാനും ഇതേപോലത്തെ ഒരു ക്യൂ സിസ്റ്റമാണ്. ആദ്യം ഉം. ഇറങ്ങേണ്ടവരൊക്കെ ഇറങ്ങും. എന്നിട്ട് പതുക്കെ കയറേണ്ടവരൊക്കെ ഓട്ടോമാറ്റിക്കലി ക്യൂ ആയിട്ട് കയറും. ഉം. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കണ്ടു. പിന്നെ പബ്ലിക് സ്പേസിൽ സൈലൻസ് കീപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അവർക്ക്. ഇപ്പൊ ഒരു ഉം. മെട്രോയിൽ പോയി കഴിഞ്ഞാലൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻസ് പോലെ ആയിരിക്കും. ആരും ഒന്നും സംസാരിക്കില്ല. സംസാരിക്കുന്നുണ്ടെങ്കിലും വിസ്പർ ചെയ്യുന്ന പോലെയൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഒരു ഏഹ്. ഡിസ്റ്റർബൻസ് ആക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഏഹ്. വേസ്റ്റ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു ഭയങ്കര ക്ലീൻ രാജ്യമാണെന്നൊക്കെ. പക്ഷേ എവിടെ പോയാലും നമുക്കൊരു ട്രാഷ് ബിന്നോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നോ കാണാൻ പറ്റില്ല. ഇന്ത്യയിൽ ഉം. നമ്മൾ എല്ലായിടത്തും ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും പൊല്യൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. വേസ്റ്റുണ്ട്. ഉം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അഗെയിൻ ഗവൺമെന്റ് എൻഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ. ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് വായിച്ചപ്പോൾ മനസ്സിലായത് ജപ്പാനിൽ ഒരു കൾച്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വേസ്റ്റ് നമ്മൾ തന്നെ മാനേജ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. അതൊരു ഉം. പ്രൈവറ്റ് സംഭവമാണ്. ഗവൺമെന്റ് അല്ലാതെ റിസോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. ഉം. അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അവരത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സോർട്ട് ചെയ്തിട്ട് അവരുടെ രീതിയിൽ തന്നെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പബ്ലിക് സ്പേസിൽ ചിലപ്പോൾ ഡസ്റ്റ്ബിൻ ഒന്നും ജപ്പാനിൽ കാണാൻ പറ്റില്ല. എല്ലാവരും ഉം. അത് സ്വന്തം മാനേജ് ചെയ്യുക, ഗവൺമെന്റ് മാനേജ് ചെയ്യില്ല എന്നൊക്കെ ഉള്ളതാണ് കുറെയൊക്കെയുള്ള ഐഡിയ. ചില ഉം. സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. നമ്മൾ ടോക്കിയോ പോലത്തെ സ്ഥലത്തൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് സ്ട്രീറ്റ്സിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ജനറലി നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഡസ്റ്റ്ബിൻ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഉം. ഇതൊക്കെ അഗെയിൻ ഒരു സോഷ്യൽ നോർമ പോലെ ഡെവലപ്പ് ചെയ്ത് വന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്നും ആരും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായതൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെന്റ് ഒന്നും ഉം. പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആവണം എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ആൾക്കാർ ഉം. സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പൊ എനിക്ക് അന്ന് നമ്മുടെ ഭായക്കിന്റെ എപ്പിസോഡും അതിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത പല സംഭവങ്ങൾക്കായിട്ടൊക്കെ കണക്ട് ആയി. കാരണം ഉം. സൊസൈറ്റി സ്വന്തമായിട്ട് നാച്ചുറലി ഉണ്ടാക്കിയെടുത്ത നോംസ് ഒക്കെയാണ് ഇത്. ഇത് ചിലപ്പോൾ ഉം. കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും എന്നൊക്കെ നമ്മൾ നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അങ്ങനെ യാ. തന്നെയാണ് ജപ്പാനിൽ പോയപ്പോൾ തോന്നിയത്. ഇത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ഈ സോഷ്യൽ ഉം. നോംസും കാര്യങ്ങളൊക്കെ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി അപ്പൊ ഞാനിത് ആലോചിച്ച് നോക്കിയപ്പോ ഇവരുടെ മതവുമായിട്ടും ഇത് ഭയങ്കരമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഓക്കെ. ഷിൻഡോ എന്ന് പറഞ്ഞൊരു മതമാണ് യൂഷ്വലി ജപ്പാനിൽ ഫോളോ ചെയ്യുന്നത്. ഉം. 60% ആൾക്കാരോ അങ്ങനെ എന്തോ ഷിൻഡോ മതം വിശ്വസിക്കുന്നവരാണ്. ഈ ഷിൻഡോ ഉം. മതത്തിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവമോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടറോ അങ്ങനെ ഒരു പുസ്തകമോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾക്ക് ഉം. കാണുന്ന പോലെ ഭഗവത്ഗീത പോലത്തെയോ ഖുറാൻ പോലത്തെ പുസ്തകങ്ങളോ അങ്ങനെയൊന്നും ഷിൻഡോ മതത്തിനില്ല. ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അതും ഒരു ഉം. ഇവോൾവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പ്രാക്ടീസ് ഒക്കെ പോലത്തെ ഒരു മതമാണ്. എല്ലാം അവർ ദൈവത്തിനെ പോലെ കാണുന്നു. അവര് ഉം. അവരുടെ ഒരു പ്രാക്ടീസ് ആണ് കൂടുതൽ വർഷിപ്പ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം അവരുടെ ഉം. ചുറ്റുപാടുള്ള സ്പേസുകൾ നമ്മള് ക്ലീൻ ആക്കി വെക്കുക. ഇപ്പൊ അവരുടെ ഉം. എല്ലാ ഷ്രൈനിന്റെ മുന്നിലും നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ കൈ കഴുകേണ്ടതും കാല് കഴുകേണ്ടതും പോലത്തെ ഒരു ടാപ്പ് പോലെയൊക്കെ ഉണ്ടാവും. ആ ഒരു പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ചുറ്റുപാടുള്ള സ്പേസുകൾ ക്ലീൻ ആക്കി വെക്കുക. അതൊക്കെയാണ് ഉം. അവരൊരു ഫോം ഓഫ് വർഷിപ്പ് ആയിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് ഈ ഒരു സൊസൈറ്റിയിലും റിഫ്ലക്ട് ആയിട്ടുള്ളത്. കാരണം ആ മതത്തിന്റെ ഇൻഫ്ലുവൻസും അത് ഇവോൾവ് ആയിട്ട് വന്നൊരു മതമാണെന്നും പൊതുവെ പറയാറുണ്ട്. അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. ഉം. അപ്പൊ അതൊക്കെ പതുക്കെ ജപ്പാൻ സൊസൈറ്റീനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതൊന്നുമല്ല. കുറെ അധികം ഇവോൾവ് ആയിട്ട് വന്നൊരു സംഭവമാണ്. അപ്പോ ഇത് എത്ര സ്ട്രോങ് ആണെന്നുള്ളത് എനിക്ക് ആക്ച്വലി ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാനൊരു ജപ്പാനിൽ പോകുന്നതിന് മുന്നേ കുറെ അധികം ജപ്പാൻ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വായിച്ചൊരു പുസ്തകം കൺവീനിയൻസ് സ്റ്റോർ വുമൺ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. സയക്ക ഉം. മുറാട്ട എന്ന് പറഞ്ഞ ഒരു ഓതറിന്റെ. അപ്പൊ ഉം. പുള്ളിക്കാരി അതിലൊരു എങ്ങനെയാണ് ഈ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സോഷ്യൽ നോംസ് ഒക്കെ ഒരു അടിച്ചമർത്തൽ പോലെയൊക്കെ ആവുന്നത്, ഇതൊന്ന് മാറി ചിന്തിക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യുന്നത് സൊസൈറ്റി എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് പൊതുവെ ആ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉം. അങ്ങനത്തെ ഒരു വശവും കൂടിയുണ്ട്. കാരണം ഈ സൊസൈറ്റിയിൽ നിന്ന് മാറി ചിന്തിക്കുന്നവര് അല്ലെങ്കിൽ കുറച്ച് ഡൈവേർജന്റ് ആയിട്ടുള്ള ആൾക്കാര് ഇവരൊക്കെ ചിലപ്പോൾ മാറ്റി നിർത്തുക, ഒഴിവാക്കുക അങ്ങനത്തെ ഉം. ഒക്കെ സിറ്റുവേഷൻ പൊതുവെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഉം. ബേസിക്കലി ആ സൊസൈറ്റിയുടെ ഒരു സ്ട്രെങ്ത്തും അതേസമയം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇത് അഗെയിൻ ഇന്ത്യയിൽ ഡയറക്ട്ലി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല. കാരണം കോണ്ടെക്സ്റ്റുകൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ജപ്പാൻ ഭയങ്കര ഒരു ഹൈ യാ. ട്രസ്റ്റ് സൊസൈറ്റിയാണ്. ഭയങ്കര ഹൈ സോഷ്യൽ ട്രസ്റ്റ് ഉം. ഉണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന്റെ ഒരു എക്സാമ്പിൾ ഉം. ആക്ച്വലി ഇപ്പം നമ്മൾ മെട്രോ ട്രെയിനിലേക്കൊക്കെ കയറുന്ന
കേറുമ്പോ നമ്മൾ ഈ ഡോറ് പോലെ ഉണ്ടാവില്ലേ? നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലോ, ടിക്കറ്റ് ഇട്ട് കഴിഞ്ഞാലോ ഉം. തുറന്നു വരുന്ന പോലത്തെ ഒരു സിസ്റ്റം അല്ല ഇന്ത്യയില്. അവിടെ ആക്ച്വലി ആ ഡോർ ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്കപ്പോ വേണമെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കാതെയോ, സ്കാൻ ചെയ്യാതെയോ, നിങ്ങളുടെ കാർഡ് സ്കാൻ ചെയ്യാതെയോ ഉം. ഒക്കെ വേണം കേറി പോവാം. പക്ഷെ അവര് ഉം. അസ്യൂം ചെയ്ത ആൾക്കാരങ്ങനെ നല്ല കാര്യം ചെയ്തോളും. അവരെന്തായാലും സ്കാൻ ചെയ്തോളും. അപ്പൊ അവരെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡോർ വെച്ചിട്ട് എന്നൊക്കെയുള്ളതാണ്. അപ്പൊ ഒരു അത്ര ഹൈ ട്രസ്റ്റ് സൊസൈറ്റിയാണ്. അപ്പൊ പല ഉം. സംഭവങ്ങളും ചിലപ്പോ നമുക്ക് ഡയറക്ട്ലി ഇന്ത്യയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയും രാജ്യങ്ങളുണ്ട് എന്നുള്ളതൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് അനുഭവമായിരുന്നു. ഇങ്ങനെ ഭയങ്കര സോഷ്യൽ നോർംസും സൊസൈറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമുണ്ട് എന്നൊക്കെ കണ്ടത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആനന്ദ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനൊരു മെസ്സേജ് അയച്ചിരുന്നു. എങ്ങനെയുണ്ട് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആനന്ദിനോട് പറഞ്ഞു, "എനിക്ക് ദേഷ്യമൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് ഭയങ്കര അൺഫെയർ ആണ്. അത് ഇത്രയും ക്ലീൻ ആയിട്ടും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടൊരു സ്ഥലമൊക്കെ കണ്ടിട്ട് ദേഷ്യം പിടിക്കുന്നു" എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു ആനന്ദ്. ബട്ട് നീ ഇതൊരു കാര്യം പറയുമ്പോൾ ചെക്സ് ഔട്ട്. യാ അത് ഓക്കെ. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യേണ്ട പല സംഭവങ്ങളുണ്ടായിരുന്നു. അത് നമ്മളുടെ ഗവൺമെന്റ്സും ഒക്കെ ചെയ്തൊരു ഇൻജസ്റ്റിസ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. കാരണം ഉം. നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു ഏഷ്യൻ രാജ്യമാണ്. നമ്മളെപ്പോലെ തന്നെ ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവര് ഇങ്ങനെയൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെയുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ജപ്പാനിൽ പോകുന്നതിന് മുന്നേ നമ്മളുടെ ഒരു ലേ ഓവർ ഉണ്ടായിരുന്നത് മലേഷ്യയിലായിരുന്നു, ക്വാലലംപൂറിലായിരുന്നു. മലേഷ്യ ഉം. ആക്ച്വലി സിമിലർ രാജ്യമാണ് ഇന്ത്യ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡെമോഗ്രഫി വൈസും ഒക്കെ Yeah. നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ മലേഷ്യ ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് നമ്മളെക്കാളൊക്കെ. ക്വാലലംപൂർ ഒക്കെ ഭയങ്കര അടിപൊളി സിറ്റിയാണ്. ഭയങ്കര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഉം. നോക്കുമ്പോൾ നമ്മളുടെ പോളിസീസും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയോ ഫെയിൽ ചെയ്തു എന്നൊക്കെ ഉള്ളത് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. Yeah. എനിവേസ് എന്തായാലും ഈ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്ന ഈ സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ സംഭവം ഒന്ന് സോണിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ സോണിൽ Yeah. അപ്പോ നമ്മളിപ്പം പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മള് ചില എപ്പിസോഡുകളിലൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഞങ്ങള് പൊതുവെ പബ്ലിക് ഇഷ്യൂസിനെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോ അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി പറയാം. എനിക്ക് തോന്നുന്നു അത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ജപ്പാനിനെ പറ്റി ചിന്തിക്കുന്നതും കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ഇൻഡിവിജ്വൽസിനെ എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. നമ്മളെ എല്ലാവരെയും എടുക്കുന്ന സമയത്ത് നമ്മളെ അഫക്ട് ചെയ്യുന്ന 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഒന്ന് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ടുള്ള മെക്കാനിസംസ്. ഇപ്പൊ കോർട്ട്, പോലീസ്, പഞ്ചായത്തുകള്, പൊളിറ്റീഷ്യൻസും അവരുടെ ഗവൺമെന്റ് സിസ്റ്റവും, ഇതെല്ലാമാണ് ഗവൺമെന്റ് നമ്മൾ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഉം, അടുത്തത് സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ റിലീജിയൻ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകൾ, നമ്മള് പാർട്ടായിട്ടുള്ള വേറെ അഫിലിയേഷൻ ഗ്രൂപ്പുകൾ, ഇപ്പൊ പ്രഷർ ഗ്രൂപ്പുകളോ, നമ്മുടെ ഇപ്പം ഏതെങ്കിലും ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ പാർട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വല്ലോ കുടുംബശ്രീ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുടെ വല്ലോ പാർട്ടായിരിക്കും. അങ്ങനത്തുള്ള ഗ്രൂപ്പുകളൊക്കെയാണ് പൊതുവെ സൊസൈറ്റി എന്ന് പറയുന്നത്. മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് മാർക്കറ്റാണ്. ഉം, നമ്മള് കൊടുക്കൽ, വാങ്ങൽ, മേടിക്കൽ, വിൽക്കലൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ. ആമസോൺ ഒരു ബിസിനസ്സാണ്. നമ്മൾ എവിടുന്നേലും പച്ചക്കറി മാർക്കുന്നുണ്ടെങ്കിൽ അതൊരു മാർക്കറ്റാണ്. അപ്പം ഇതാണ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. പൈസ ട്രാൻസാക്ഷൻസ്, റൈറ്റ്? അപ്പൊ സ്റ്റേറ്റ് ഉണ്ട്, മാർക്കറ്റ്സ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്. അപ്പൊ നമ്മള് ഈ 3നെ പറ്റി ചിന്തിക്കാനുള്ള കാരണം, ഒരു ഇൻഡിവിജ്വലിന് ഇത് 3ഉം എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മള് എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന ഒരു 3 കാര്യങ്ങളാണ് ഇത് 3ഉം. റൈറ്റ്? ഇതിനെ 3നെ പറ്റി ചിന്തിക്കുമ്പോൾ സ്റ്റേറ്റിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം, റൈറ്റ്? അപ്പൊ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് മെക്കാനിസംസ് ആണ്, കോർട്ട്, പോലീസ്, മിലിറ്ററി, അങ്ങനെ കുറെ സാധനങ്ങളാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഫണ്ടമെന്റൽ പർപ്പസ്, അതായത് സ്റ്റേറ്റ് ഇല്ലാതെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ഉം, പർപ്പസ് സ്റ്റേറ്റിന്റെ, റൈറ്റ്? അതായത് ഇപ്പം നാളെ വേറൊരു രാജ്യം ഇന്ത്യനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്കൊരു മിലിറ്ററി വേണം. അത് സ്റ്റേറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നാളെ ഉം, വേറൊരു വ്യക്തി നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് പോലീസ് വേണം. പലപ്പോഴും പ്രൈമറിലി നമ്മൾ തന്നെ ഡിഫെൻഡ് ചെയ്യണം. പക്ഷെ നമ്മളെ ഫൈനലി അതിനന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ ഓർഡർ കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരും ഇടിച്ചു കയറാതിരിക്കാനോ കയറിയ ആൾക്കാരെ ശിക്ഷിക്കാനോ ഒക്കെ പോലീസ് വേണം. അല്ലെങ്കിൽ കോർട്ടിന്റെ സിസ്റ്റംസ് വേണം. ഇതെല്ലാം പോട്ടെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാർ ഓടിക്കുമ്പോൾ കാറിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയാം. നമുക്കാരും ഒരു കാറ് വിറ്റു. ആ കാറ് നല്ല കാറാണോ മോശം കാറാണോ അറിഞ്ഞുകൂടാ നമുക്ക്. കാരണം അത് നമ്മൾ ഓടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടോയി കാറ് വഴി തെറ്റിപ്പോയി ഇടിക്കുകയോ വല്ലതും ചെയ്തു. പക്ഷെ കാറിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക അത് സ്റ്റേറ്റിന്റെ വർക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ, ലോസും റെഗുലേഷൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ മിക്കവാറുള്ള പരിപാടി. അപ്പം ഈ സ്റ്റേറ്റ് പൊതുവെ ഇത് ചെയ്യുന്ന ആൾക്കാരെ പേടിപ്പിച്ചാണ്, റൈറ്റ്? അതായത് നമ്മള് സ്റ്റേറ്റ് പറയുന്നത് അനുസരിക്കാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ സ്റ്റേറ്റ് നമ്മളെ ശിക്ഷിക്കും. ഉം, ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ ജയിലിലിടും. അപ്പോ അല്ലെങ്കിൽ ജയിലിലിടുക, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കും. ഫൈൻ അടച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജയിലിലിടും. അപ്പോ സ്റ്റേറ്റ് പേടിപ്പിച്ചാണ് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, റൈറ്റ്? അപ്പം ഓർഡർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് വയലൻസിലൂടെയാണ്, പേടിപ്പിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത. അടുത്തതെന്ന് പറയുമ്പോൾ മാർക്കറ്റ്സ് ആണ്. മാർക്കറ്റ്സ് പൊതുവെ
ട്രാൻസാക്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ മാർക്കറ്റ്സ് ആണ് പൊതുവെ നമ്മളെല്ലാവരും ഇന്നവേറ്റീവ് ആക്കുന്നത്. ഉം. ഇപ്പൊ നമ്മളൊരു ഷർട്ട് മേടിച്ചു. ഒരു നല്ല ഷർട്ട്, നല്ല ഡിസൈനിലുള്ള ഷർട്ട് നമ്മൾ മേടിക്കാൻ കാരണം ആരോ കഷ്ടപ്പെട്ടിരുന്ന് ഡിസൈനിനെ പറ്റി ചിന്തിച്ച് ക്രിയേറ്റീവ് ആയിട്ട് നല്ല സാധനം ഉണ്ടാക്കിയത് കൊണ്ടാണ്. അയാളത് ഉണ്ടാക്കാൻ കാരണം ഞാനിത് വിറ്റ് കഴിഞ്ഞാൽ എന്റെ ആ സാധനം ആരെങ്കിലും മേടിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന് പൈസ തരുമെന്ന് വിചാരിച്ചിട്ടാണ്. റൈറ്റ്? നമ്മളെല്ലാവരും പഠിക്കാൻ കാരണം, സ്കൂളിൽ പോകാൻ കാരണം, കോളേജിൽ പോകാൻ കാരണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അധ്വാനിക്കാൻ കാരണം, പുതുതായ ക്രിയേറ്റീവ് ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയ സ്റ്റാർട്ടപ്പുകൾ, ഓന്റർപ്രണർഷിപ്പുകളൊക്കെ തുടങ്ങാൻ കാരണം ഇതിനകത്തുനിന്നെല്ലാം നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ടാലന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു വാല്യൂ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് മാർക്കറ്റ്സിൽ പൊതുവെ സംഭവിച്ചത്. സോ മാർക്കറ്റ്സ് എപ്പോഴും ഇന്നവേഷൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ബെസ്റ്റ് സ്ഥലമാണ് മാർക്കറ്റ്സ്. ഉം. ഫൈനലി സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി, നമ്മുടെ റിലീജിയസ് ഗ്യാതറിങ്സ്, നമ്മൾ പോകുന്ന പള്ളി, അമ്പലം, മോസ്ക്, ഗുരുദ്വാര, ആ സ്ഥലങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിൾസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അസോസിയേഷൻസിന്റെ ഒക്കെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ ഓർഫനേജുകളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബിലോങ്ങിങ്നെസ്, നമുക്കൊരു ഒരുമ തോന്നുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളെയാണ് പൊതുവെ നമ്മൾ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സിനകത്തുള്ള നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റ് പൊതുവെ പൈസയുടെ ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്, ഒരു മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആണ്. പക്ഷെ ആ പൈസേന്റെ ഒരു ചെറിയ ഭാഗം ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബസ്സിന്റെ സീറ്റിംഗിന്റെ അറേഞ്ച്മെന്റ്സോ അല്ലെങ്കിൽ ബസ്സിന്റെ ക്വാളിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അവിടെയാണ് സ്റ്റേറ്റ് വരുന്നത്. പക്ഷെ ആ ബസ്സിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രായമുള്ള ഒരു അപ്പച്ചനോ അമ്മച്ചിയോ ആ ബസ്സിൽ കയറുകയാണ്, അല്ലെങ്കിൽ ഒരു ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഒരു അപ്പനോ അമ്മയോ ബസ്സിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ്ലി എഴുന്നേറ്റ് കൊടുക്കാറുണ്ട്. പൊതുവേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ. അത് നമ്മളോട് ആരും പറഞ്ഞിട്ടല്ല, റൂൾസ് ഒന്നുമില്ല, നമ്മൾ അതിനാരും പൈസ തരുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു സോഷ്യൽ നോമാണ്, സോഷ്യൽ റൂളാണ്. ആനന്ദ് നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്ത് ജപ്പാനിലെ സോഷ്യൽ നോംസ് ആണ് പൊതുവെ സ്ട്രീറ്റ്സ് ക്ലീൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ക്യൂ ഫോം ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഷ്യൽ ട്രസ്റ്റിനെ പറ്റി ആനന്ദ് പറഞ്ഞു. സോ പൊതുവെ സൊസൈറ്റിയിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ ഒരു കാര്യം ഫോളോ ചെയ്യുന്നു തോന്നുകയാണെങ്കിൽ ഞാനും ഫോളോ ഉം. ചെയ്യത്തുള്ളൂ. റൈറ്റ്? ഇപ്പൊ നമ്മള് ബസ്സിലൊരു പ്രായമുള്ള അപ്പച്ചൻ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കാൻ കാരണം ഒരിക്കൽ ഞാനും പ്രായമാകുമ്പോൾ എനിക്ക് ഒരാൾ എഴുന്നേറ്റ് തരും, അല്ലെങ്കിൽ എന്റെ ഫാദറോ മദറോ ഇങ്ങനെ ഒരു ബസ്സിൽ കയറാണെങ്കിൽ വേറെ ആരും എഴുന്നേറ്റ് പോകാൻ, അങ്ങനെ ഒരു ട്രസ്റ്റിന്റെ പുറത്താണല്ലോ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ സോഷ്യൽ ട്രസ്റ്റ് ഹൈ ആയ സൊസൈറ്റീസ് ഉണ്ട്, ലോ ആയ സൊസൈറ്റീസ് ഉണ്ട്. നൗ ഇന്ത്യയുടെ കേസിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇന്ത്യനെ നമുക്ക് ഒത്തിരി കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഇന്ത്യ വളരെ ഡൈവേഴ്സ് ആയ ഒരു കൺട്രിയാണ്. റൈറ്റ്? ഒരുപക്ഷെ കേരളം മാത്രം ഒരു കൺട്രി ആയിരുന്നെങ്കിൽ സോഷ്യൽ ട്രസ്റ്റ് കുറച്ചും കൂടെ ഹൈ ആയേനെ. പക്ഷെ നമ്മൾ ഇന്ത്യ പോലത്തെ ഒരു ഡൈവേഴ്സ് ആയ ഒരു കൺട്രി ആയ സ്ഥിതിക്ക് നമ്മൾ അതിൽ ഒരുമിച്ചെടുത്ത തീരുമാനം, അങ്ങനെ ഡൈവേഴ്സ് ആയ കൺട്രിയിൽ നമ്മൾ ആക്കാമെന്ന് ഇന്ത്യ നമ്മൾ ഇൻഡിപെൻഡൻസ് സമയത്ത് തീരുമാനിച്ചത് കൊണ്ട് തന്നെ ആ ഡൈവേഴ്സിറ്റിയും ലാംഗ്വേജിന്റെ ഡിഫറൻസും റിലീജിയനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ സോഷ്യൽ ട്രസ്റ്റ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ സമയം എടുക്കുമായിരിക്കും. പക്ഷെ വേറൊരു പ്രശ്നം ഇന്ത്യയിൽ സംഭവിക്കുന്നത്, ഈ സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഗവൺമെന്റ് ഫോം ചെയ്ത സമയത്ത്, ഇത് ലോകത്ത് തന്നെ ഭയങ്കര എക്സെപ്ഷനാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഫോം ചെയ്ത സമയത്ത് പല ഗവൺമെന്റ്സും ഫോം ചെയ്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ സൊസൈറ്റിയുടെ വിഷയങ്ങളിലേക്കൊക്കെ ഇടപെടാൻ തുടങ്ങുന്നത്. വർഷങ്ങളോളം ആ ഗവൺമെന്റ് അവരുടെ കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്തു. ഗവൺമെന്റ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ സ്ട്രോങ് ആയി, എഫിഷ്യൻ സിസ്റ്റമായി, പൊളിറ്റിക്സ് ഒക്കെ കുറച്ച് സെറ്റായി, എത്തിക്സ് ഒക്കെ കുറച്ച് വന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പൊതുവെ അവർ സൊസൈറ്റിയിലൊക്കെ ഇടപെടാൻ തുടങ്ങുന്നത്. ഉം. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഫോം ചെയ്ത സമയത്ത് തന്നെ, 1950 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് തന്നെ, സോഷ്യൽ റെവല്യൂഷൻ അല്ലെങ്കിൽ സോഷ്യൽ റിഫോം എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു പ്രൈമറി പർപ്പസിൽ ഒന്നായിരുന്നു. കാസ്റ്റ് സിസ്റ്റത്തെ മാറ്റുക, റിലീജിയസ് ഈക്വാലിറ്റി കൊണ്ടുവരിക, ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷന് സ്ഥലം കൊടുക്കുക. ഇതെല്ലാം ഗവൺമെന്റ് ഒരു പ്രൈമറി പ്രയോറിറ്റി ആയിരുന്നു തുടക്കം മുതൽ തന്നെ. അതുകൊണ്ട് സൊസൈറ്റിയുടെ പല വിഷയങ്ങളിലും സ്റ്റേറ്റ് കയറി ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതൊരു വളരെ നല്ല ഇന്റൻഷനോടെ തുടങ്ങിയ കാര്യമാണെങ്കിൽ അതിന്റെ ഒരു കോൺസിക്വൻസ് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും സൊസൈറ്റിക്ക് സ്വയം ഇവോൾവ് ചെയ്യാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സ്വയം റിഫോം ചെയ്യാനുള്ള ഇൻസെന്റീവ് പലപ്പോഴും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യത. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്ട്രീറ്റ്സോ റോഡോ ഒക്കെ വൃത്തികേടായിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ തലയിലോട്ട് വരുന്ന കാര്യം, ആരും ഇവിടെ ഈ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒന്നും ആരും ഇത് ക്ലീൻ ചെയ്യാനില്ലേ എന്നാണ് ഉം. നമ്മുടെ മനസ്സിൽ ഇമീഡിയറ്റ്ലി വരുന്ന ഒരു കാര്യം. ഒരു പക്ഷേ എനിക്കറിഞ്ഞൂടെ, ജപ്പാനിൽ ഒരുപക്ഷെ ക്ലീൻ ആയിരിക്കാത്ത സ്ഥലത്ത് ഇത് ഒരുപക്ഷെ അല്ല, ചിലപ്പോൾ ഉറപ്പാണെന്ന് തോന്നുന്നു. കാരണം വേൾഡ് കപ്പിനൊക്കെ ജപ്പാന്റെ കൺട്രി കളിക്കുന്ന സമയത്ത് ആ സ്റ്റേഡിയത്തിൽ മുഴുവൻ വൃത്തികേടായിരിക്കുന്ന സ്ഥലം മുഴുവൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടേ അവർ പോകത്തുള്ളൂ. അത് ജപ്പാനിലെ പ്ലേയേഴ്സും അവരുടെ ഫാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ റിച്ച് ആയ ആൾക്കാരൊക്കെ ആയിരിക്കും അവർ വരുന്നവര്. പുറകിൽ വന്നവരുടെ സെർവൻസോ ആരെങ്കിലും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നവർക്ക് വിചാരിക്കാം. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് കാണുമ്പോൾ എങ്ങനെ ഗവൺമെന്റ് ഇത് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഓർക്കാറ്. പക്ഷെ നമുക്ക് സോഷ്യലി ആ സൊസൈറ്റിയുടെ പവർ പലപ്പോഴും ഇന്ത്യയില് ഗവൺമെന്റ് കുറച്ച് എടുത്തുകൊണ്ട് പോയോ എന്നൊരു ചോദ്യം ഉം. നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സൊസൈറ്റിക്ക് റിഫോം നടത്താനുള്ള പോസിബിലിറ്റീസ് ഒത്തിരി ഉണ്ട്. കാരണം നമുക്കിപ്പോഴും കുറേയധികം പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം ജെൻഡർ വൈസ് ആണെങ്കിലും കാസ്റ്റ് വൈസ് ആണെങ്കിലും അഡിക്ഷൻസ് പ്രോബ്ലംസ് ആണെങ്കിലും അതൊക്കെ, പെട്ടെന്ന് അഡിക്ഷൻ, എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുകയാണ്. എന്താണ് ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തതെന്ന് നമ്മൾ ചിന്തിക്കണതിന് പകരം എങ്ങനെ സൊസൈറ്റിക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാം,
എന്ന് ചിന്തിക്കേണ്ട ആവശ്യം കൂടുന്ന് എനിക്ക് തോന്നുന്നു. സോ എനിവേ ഇതാണ് സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്നൊരു ഫ്രെയിംവർക്ക്. നമുക്ക് പലപ്പോഴും പബ്ലിക് ഇഷ്യൂസിനെ പറ്റി ചിന്തിക്കാൻ വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യം. സോനൽ പറഞ്ഞ ഈ വേസ്റ്റ് മാനേജ്മെന്റ് സംഭവം ആക്ച്വലി ഭയങ്കര എവിഡന്റ് ആണ്. വേസ്റ്റ് മാനേജ്മെന്റും പബ്ലിക് സ്പേസ് ക്ലീൻ ആക്കി വെക്കുക എന്നൊക്കെ പറയുന്നതും അവർ ആക്ച്വലി അത് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് ആൾക്കാർ തന്നെ ചെയ്യുന്ന സംഭവമാണ്. ഞാനൊരു ദിവസം ക്യോട്ടോയിലുണ്ടായ സമയത്ത് എനിക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് സ്ഥലം കാണുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. ആൾക്കാരെങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ ഉം. കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ നടന്നപ്പോൾ ഒരു പ്രായമായ ഒരു സ്ത്രീയാണ്. അവര് രാവിലെ എഴുന്നേറ്റ് അവരുടെ തൊട്ട് മുന്നിലുള്ള റോഡിന്റെ സൈഡിലുള്ള പുല്ലും ചെടികളൊക്കെ പറിച്ചിട്ട് വൃത്തിയാക്കി കൊണ്ട് നിൽക്കുകയാണ് അവര്. അപ്പൊ എനിക്ക് ഓഹ്! തോന്നുന്നു അവിടെ അവര് ഗവൺമെന്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് തന്നെ സ്വയം ഉം. ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോ ആൾക്കാര് സ്വയം അത് ചെയ്യണം. അതൊരു പ്രൈവറ്റ് അല്ലെങ്കിൽ സൊസൈറ്റി ചെയ്യേണ്ട ഒരു സംഭവമാണെന്നുള്ള ഒരു ഐഡിയ അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്. അപ്പം നമ്മള് സ്റ്റേറ്റ് മാർക്കറ്റ് സൊസൈറ്റിനെ പറ്റി സംസാരിച്ചു. ആനന്ദ് ജപ്പാനിലെ സൊസൈറ്റിനെ പറ്റി പറഞ്ഞു. വേറെന്താണ് ആനന്ദേ ജപ്പാനിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? പിന്നെ അഗെയിൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് സിറ്റികൾ ഭയങ്കര അട്രാക്ഷനാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. എങ്ങനെയാണ് സിറ്റികൾ വളരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനും, എങ്ങനെയാണ് സിറ്റികൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാനും. ഞാൻ ആക്ച്വലി പോകുന്നതിന് മുന്നേ സോനൽ എന്നോട് ചോദിച്ചു, എന്തിനാണ് ബുദ്ധിമുട്ടി ജപ്പാൻ വരെ പോകുന്നത്? അടുത്തുള്ള രാജ്യങ്ങൾ കണ്ടൂടെ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ സോനലിനോട് പറഞ്ഞത് എനിക്ക് ടോക്കിയോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണണം എന്നുള്ളതാണ് ഉം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോൾ പോലെ ഞാൻ ഈ യാത്രയിൽ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ അഗെയിൻ ടോക്കിയോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സിറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര അടിപൊളി സിറ്റിയാണ്. 4 കോടി ആൾക്കാർ നിൽക്കുന്ന ഒരു സിറ്റിയാണ്. അത് നമുക്ക് ഇമാജിൻ വരെ ചെയ്യാൻ പറ്റില്ല. ബാംഗ്ലൂരിന്റെ 3 ഇരട്ടി ആൾക്കാർ ഒക്കെ ടോക്കിയോയിലുണ്ട്. ഇത്രയും ആൾക്കാർ നിൽക്കുന്ന ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള സിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയും അടിപൊളി സിറ്റിയാണ്. പക്ഷെ ഇത്രയധികം ആൾക്കാർ ഉണ്ടാവുമ്പോഴും ഇൻട്രസ്റ്റിംഗ്ലി അവിടെ റോഡുകളിൽ ട്രാഫിക് തീരെയില്ല എന്നല്ല, പല സമയത്തും ഡെസേർട്ടഡ് ആയിട്ട് ഒരു വണ്ടിയും പോവാത്ത പോലെയൊക്കെയാണ് റോഡുകൾ കിടക്കുന്നത്. കാരണം ഉം. അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത്രയും എഫിഷ്യന്റ് ആണ്. ആ സിറ്റി മുഴുവൻ ഉണ്ടായത് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ചുറ്റും പറ്റിയും അങ്ങനെയൊക്കെയാണ്. അപ്പോ ഉം. ആഹ്, ഭയങ്കര എഫിഷ്യന്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഞാൻ വേണമെങ്കിൽ ടോക്കിയോ സിറ്റിയുടെ ലോക്കൽ ട്രെയിനിന്റെ ഒരു മാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയധികം ട്രെയിൻ റൂട്ടുകളാണ്, എത്രയധികം ഡിഫറെന്റ് കളേർഡ് ലൈനുകളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് വളരെ ഈസിലി ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേഷന്റെയും ഏത് ഭാഗത്ത് കയറണം, ഏത് എക്സിറ്റ് എടുക്കണം, എവിടെയാണ് ട്രെയിൻ വരിക എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു ആക്ച്വലി പബ്ലിക് ട്രാൻസ്പോർട്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ. ഉം. ഞാനപ്പോ ഈ സിറ്റിയുടെ എപ്പിസോഡ് നമ്മൾ കുറച്ചു കാലം മുന്നേ ചെയ്തപ്പോ എഡ്വേർഡ് ഗ്ലേസർ എന്ന് പറഞ്ഞ ഒരു ഏർബൻ ഡെവലപ്മെന്റ് എക്സ്പേർട്ടിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഉം. പുള്ളിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ട്രയംഫ് ഓഫ് ദ സിറ്റി എന്ന് പറഞ്ഞു. നമ്മൾ അതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ എഡ്വേർഡ് ഗ്ലേസർ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് സംഭവമുണ്ട്. എല്ലാ സിറ്റിയും ഒരു ബെസ്റ്റ് സിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ പുള്ളി അതിൽ ഉം. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മുകളിലേക്ക് ബിൽഡ് ചെയ്യുക, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക. അപ്പൊ ചെറിയൊരു റീജിയനിൽ മാത്രം കുറെ ആൾക്കാരെ കൊള്ളിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഉം. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഭയങ്കര അടിപൊളിയാക്കുക, ഭയങ്കര എഫിഷ്യന്റ് ആക്കുക. എനിക്ക് ഉം. തോന്നുന്നു ഇന്ത്യ ചെയ്യാത്ത 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്ലി. ബോംബെ പോലത്തെ അടുത്തൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ബാംഗ്ലൂർ ഉം. പോലത്തെ സ്ഥലമാണെങ്കിലോ ഇവിടെയൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നിയർലി നോൺ എക്സിസ്റ്റന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. യാഹ്. ഉം. പക്ഷെ ടോക്കിയോ അത് വളരെ എഫിഷ്യന്റ്ലി ചെയ്തിട്ടുണ്ട്. അവരുടെ ഉം. ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര വലുതാണ്. അതേസമയം അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഓരോ സ്ഥലങ്ങളും കണക്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെ നിന്ന് കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു ലോക്കൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനോ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും കാർ എടുത്തിട്ടൊന്നും അങ്ങനെ പുറത്തു പോകുന്നത് കാണാറില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഉം. പാർക്കിംഗ് ചാർജസും ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് പൊതുവെ ആൾക്കാർ പുറത്ത് പോകണമെന്നുണ്ടെങ്കിലൊക്കെ തന്നെ സ്വന്തം വണ്ടി എടുത്ത് മാക്സിമം പോവാതിരിക്കും. ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ സൈക്കിൾ എടുത്ത് പോകുന്നവരൊക്കെയാണ് സ്വന്തം വണ്ടിയിൽ പോകുന്നവരൊക്കെ ആയിട്ട് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഉം. നമുക്ക് കാണാൻ പറ്റുന്ന വണ്ടികൾ ഭയങ്കര ഹൈ ഫ്ലൈയിങ് വണ്ടികളൊക്കെ ആയിരിക്കും. ഇപ്പൊ മെക്ലാറൻ പോലെയും ഫെറാറി പോലത്തെ ഉം. വണ്ടികളൊക്കെയാണ് കാണുന്നത് റൂട്ടിൽ. കാരണം അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ടോക്കിയോ എങ്ങനെയാണ് ഇങ്ങനെ ആയത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇത്ര എഫിഷ്യന്റ് ആയതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഗവൺമെന്റ് അടിപൊളിയായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഇതിങ്ങനെ ആയതെന്നൊക്കെയാണ്. പക്ഷേ ഉം. അഗെയിൻ എന്നെ ഭയങ്കര ഷോക്ക് ചെയ്ത ഒരു സംഭവം, ഇവിടെയുള്ള ഒരു ലോക്കൽ ട്രെയിനും ഗവൺമെന്റ് റൺ അല്ല. ഒന്നോ രണ്ടോ ഒരു ടോക്കിയോ മെട്രോ മാത്രമൊക്കെയാണ് ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. ബാക്കി എല്ലാ ലോക്കൽ ട്രെയിനുകളും പ്രൈവറ്റ് റൺ ലോക്കൽ ട്രെയിനുകളാണ്. ഉം. ഞാൻ നേരത്തെ പറഞ്ഞ ബുള്ളറ്റ് ട്രെയിൻ അടക്കം എല്ലാം പ്രൈവറ്റ് ഓൺഡ് ആണ്. അപ്പോ ഉം. അവരിതെങ്ങനെയാണ് നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. കാരണം ഇത് മിക്കവാറും നടത്തുന്നത് റെയിൽവേ കമ്പനീസോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും
അല്ലെങ്കിൽ അർബൻ ഡെവലപ്മെന്റ് കമ്പനീസ് ഒക്കെയാണ്. അപ്പൊ അവര് ഉം, ഈ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള കുറെ സ്ഥലങ്ങൾ വാങ്ങും. ആ ട്രാക്കിനോടനുബന്ധിച്ചുള്ളത്. അവര് ഉം, സ്റ്റേഷനൊക്കെ ഭയങ്കര മോളുകൾ പോലെയൊക്കെ ഉണ്ടാക്കും. കുറെയധികം ഷോപ്സിനൊക്കെ ഇതൊക്കെ കൊടുത്തിട്ട്. അപ്പൊ ഉം, അവര് പൈസ ഉണ്ടാക്കുന്ന ഈ സൈഡിലുള്ള ഓരോ സംഭവങ്ങൾ കൊണ്ടാണ്. ഓരോ ഉം, സ്റ്റേഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ മോളിലേക്കൊക്കെ പോകുന്ന പോലെയാണ്. ഇവിടുത്തെ മെയിൻ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ പോയി ഉം, കഴിഞ്ഞാൽ നമുക്ക് വഴിയൊക്കെ തെറ്റും. അത്രയും വലിയ സ്റ്റേഷനൊക്കെയാണ്. അത്രയും ഉം, ഉം, കുറെയധികം ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു അടിപൊളി മോളിലേക്കൊക്കെ പോകുന്ന ഫീലിംഗ് ഒക്കെയാണ് നമ്മൾ അവിടുത്തെ സ്റ്റേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പൊ അവര് റവന്യൂ ഉണ്ടാക്കുന്നത് ഈ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും, അല്ലെങ്കിൽ ട്രാക്കിന്റെ സൈഡിലുള്ള സ്ഥലങ്ങളിൽ ഓഫീസ് സ്പേസസ് ഒക്കെ വരുമ്പോഴും, കാരണം അവര് ഉം, വാങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ടിക്കറ്റ് എടുത്തിട്ടുള്ള പൈസ അവര് ഒരു സൈഡ് ബിസിനസ് പോലെയൊക്കെയാണ് കാണുന്നത്. അവിടുത്തെ ഈ റെയിൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ. അപ്പോ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് സെക്ടറിന്, അല്ലെങ്കിൽ സോനൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റുകൾ നോക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ശരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്ക് നല്ലത് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം ഉം, എത്ര എഫിഷ്യന്റ് ആവുന്നോ അത്രയധികം ആൾക്കാർ ആ ലൈൻ ഉപയോഗിക്കും, ആ ട്രെയിൻ ഉപയോഗിക്കും ഉം, എന്നൊക്കെയുള്ളതാണ്. ഉം, അപ്പോൾ ഉം, 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 ടോക്കിയോയിലെല്ലാം എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യുന്നതിന്റെ ഒരു ഫാക്ടർ, ഓൺ ടൈമിൽ റൺ ചെയ്യുന്നതിന്റെ ഒരു ഫാക്ടർ, അത് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യിപ്പിക്കുക, ആ സ്റ്റേഷനിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക, അതുവഴി ആ സ്റ്റേഷനിലുള്ള സ്റ്റോർസിലും ഷോപ്സിലൊക്കെ ആൾക്കാരെ കൊണ്ടുവരിക, ആ സ്റ്റേഷന്റെയും ആ ട്രെയിൻ പോകുന്ന ട്രാക്കിന്റെ സൈഡിൽ കുറെ അധികം ബിസിനസ്സുകൾ വരിക, കുറെ അധികം ഓഫീസ് സ്പേസുകൾ വരിക. ഇതൊക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോ ഒരു വിൻ വിൻ പോലെയൊക്കെയാണ്, എല്ലാവരുടെയും ഇൻസെന്റീവുകൾ അലൈൻ ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമൊക്കെ ആയിട്ട് എനിക്ക് ഉം, തോന്നിയിട്ടുണ്ടായിരുന്നു. എഗെയിൻ അത് ഉം. നമ്മളിവിടെ ഇന്ത്യയിൽ ഇത്രയധികം പ്രൈവറ്റൈസേഷൻ എതിർക്കുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ പോയിട്ട് ജപ്പാന്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നാറുണ്ട്. പിന്നെ ഈ ജപ്പാന്റെ സിറ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് രണ്ടും എന്നെ അഗെയിൻ ഒരു വളരെ അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു അവിടെ പോയിട്ട്. ഓൾറൈറ്റ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു ജപ്പാന്റെ ആഡ് എപ്പിസോഡ് പോലെയാണ് ചെയ്തത്. കൂടുതൽ ആൾക്കാര് ജപ്പാനിലോട്ട് പോകാൻ വേണ്ടിയുള്ള പോലെ ഉണ്ടായിരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളെ പോലത്തെ ഒരു ഒരു സൗത്ത് ഏഷ്യൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീന് ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ഉള്ള ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. സോ നമുക്ക് ഹോപ്പ്ഫുൾ ആവാം. ആൻഡ് ജപ്പാനെ പറ്റി കൂടുതൽ വായിക്കാനും കേൾക്കാനും ഹിസ്റ്ററിനെ പറ്റി ഡാൻ കാർലിന്റെ വീഡിയോസ് കാണാനുള്ള ലിങ്ക്സ് ഒക്കെ നമ്മൾ ഷോ നോട്ട്സിൽ ഇടാം. അതായിരുന്നു ഈ ആഴ്ചത്തെ എപ്പിസോഡ്. ഇനി അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നിങ്ങളെ പിന്നെയും കാണാം. ബൈ ബൈ. ബൈ.